നീ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണല്ലോടാ. എന്താ നീ ഉണ്ടാക്കുന്നത്? ഇതൊരു ഉഗ്രൻ ഐറ്റമാണ് ബോസ്. ഏത് ഇലക്ട്രോണിക് ഡിവൈസും നമുക്കിത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നീയും ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറിയോ? ഇത് മനുഷ്യരുടെ ടെറിട്ടറിയിൽ നിന്നും കിട്ടിയതാ. ഇത് വെച്ചാ ഞാൻ ഇത് ഉണ്ടാക്കിയത്. ആ ജൂമിന്റെ സൈക്കിളില്ലേ, അതാണ് എന്റെ ലക്ഷ്യം. സത്യം പറഞ്ഞ ആ സൈക്കിൾ അവന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അവനിത്തിരി ഗമ കൂടുതലാണോ എന്നൊരു സംശയം. സംഭവമൊക്കെ കൊള്ളാം. നീ നിന്റെ പ്ലാൻ പറയേ. ഇനി എങ്ങാനും അവൻ ആ സൈക്കിളുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയ ഈ ഡിവൈസ് വെച്ചിട്ട് അവനെ നമ്മുടെ കൺട്രോളിലാക്കും. ഗുഡ് ബോയ്. കുറച്ച് നാളായി അവന്മാർക്കൊട്ടൊരു പണി കൊടുത്തിട്ട്. പക്ഷേ ഈ ഡിവൈസ് അവന്റെ സൈക്കിളിൽ ഫിറ്റ് ചെയ്യണം. അത് ഞാൻ ഏറ്റു. അതിങ്ങോട്ട് താ. സൂക്ഷിക്കണം, അവന്മാരിത് ഒരിക്കലും അറിയരുത്. ഹായ് ഗായ്സ്. മിസ്റ്റർ രാജ്, എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. യെസ്, പറയൂ കേണൽ അങ്കിൾ. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഈ ഗിഫ്റ്റ് എന്റെ ഫ്രണ്ടിന് ഓ, കൊടുക്കണം. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം അങ്കിൾ. നോ, ഇത് ഞാൻ തന്നെ കൊടുക്കണം. ഇത് വളരെ വിലപ്പെട്ട ഗിഫ്റ്റാണ്. ഈ ബൈസൈക്കിളിൽ എന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് എത്തിക്കണം. ഇവിടെ തൊട്ടടുത്താണ്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ റെഡി. വേണ്ട, നീ വേണ്ട. ജൂമിനെ വിളിക്കേ. ഞാൻ വരാം അങ്കിൾ. എടാ, നിനക്കിത് റൈഡ് ചെയ്യാൻ അറിയാമോ? പിന്നല്ലാതെ. അങ്കിൾ ധൈര്യമായി കയറിക്കോളൂ. സൂക്ഷിച്ചു വേണം, വിലപ്പെട്ട ഗിഫ്റ്റാണിത്. കമോൺ ബോസ്, ഫോളോ ദം. അതെന്തിനാടാ? നമ്മൾ ആ ബൈസൈക്കിളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസ് കൺട്രോൾ ചെയ്യണ്ടേ? അതിനെ ഡിവൈസ് ഓൺ ചെയ്താൽ പോരെ? പോരാ, ഈ ഡിവൈസിന്റെ റേഡിയസ് 500 മീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കേ, എന്നാ പോയേക്കാം. ഞാനിത് ഓൺ ചെയ്യാൻ പോവാ. ഇനി കണ്ടോ കളി ബോസേ. അങ്കിൾ, പ്രശ്നമായി. പ്രശ്നം? എന്ത് പ്രശ്നം? സൈക്കിളിന്റെ കൺട്രോൾ പോയി. വാട്ട്? എന്റെ ഗിഫ്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കും. എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തടാ. പറ്റുന്നില്ല അങ്കിൾ. ഈ സൈക്കിളിലുള്ള ഒരു സ്വിച്ച് പോലും വർക്ക് ആവുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? സംഗതി കഴിഞ്ഞിട്ടില്ല ബോസേ. കൂടുതൽ ഐറ്റം വരുന്നതേ ഉള്ളൂ. അവന്മാരെ ഞാൻ എങ്ങനെയെങ്കിലും ആ വഴിയിലേക്ക് കയറ്റും. അതിനുള്ള സൂത്രം ഇതിലുണ്ട്. യു മീൻ? യെസ്. റിമോട്ടിന്റെ ഒരു സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ആ സൈക്കിളിന്റെ ഹാൻഡിൽ ലോക്ക് ആകും. എടാ രാജേ, ഇത് വലിയ പൊക്കയിലേക്കുള്ള വഴിയാ. എങ്ങനെയെങ്കിലും സൈക്കിൾ തിരിക്കാം. അങ്കിൾ, ഹാൻഡിൽ ലോക്കായി. ഓ, എന്റെ ദൈവമേ. അവന്മാര് നേരെ കൊക്കയിലേക്കാ. ഇനി ഹാൻഡിൽ ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാം. അങ്കിൾ, ഹാൻഡിൽ ഇപ്പോ അൺലോക്കായി. എങ്കിൽ വേഗം തിരിക്കണ, ഇല്ലെങ്കിൽ കൊക്കയിൽ പോയി ചാടും. പക്ഷെ അങ്കിൾ, സ്പീഡ് കൂടുവാ. ദൈവമേ, എന്റെ ഗിഫ്റ്റ്. ഇനി എന്ത് ചെയ്യണ രാജേ? അങ്കിൾ, ജൂമിനെ വിളിക്ക. എന്റെ കൈ ഫ്രീ അല്ലടാ. അങ്കിളിന് ജീവനാണോ ഗിഫ്റ്റ് ആണോ വലുത്? വേഗം ജൂമിനെ വിളിക്കങ്ങളെ. ഹലോ, എടാ ജൂം. രാജൻ കേണലങ്ങളും അപകടത്തിലാണ്. നമുക്ക് അവിടെ വേഗം എത്തണം. ഫാസ്റ്റ്.
ഓ നിന്റെ ലാപ്ടോപ്പ് കൊടുത്തോ. എന്താ പറ്റിയ ജൂം? സൈക്കിളിന്റെ കൺട്രോൾ പോയി. ഇനി എന്തിനാടാ മുന്നോട്ട് പോകുന്നത്? നമ്മളും കൊക്കയിൽ ചാടി ചാകാൻ പോവാണോ? നമുക്ക് ആ കുന്നിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യാം. സൈക്കിൾ റിമോട്ടിന്റെ റേഡിയസ് അതിന്റെ ഉള്ളിൽ കിട്ടും. അവന്മാര് കൊക്കയിൽ പോകുന്നതും കാണാം. നീ ഒരു കില്ലാടിയാടാ കർണി. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊക്കയാടാ നമ്മൾ തീരും. ജൂം വരുമായിരിക്കും അങ്കിൾ. എന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇഡിയറ്റ്. ഇനിയൊരു ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ആ സൈക്കിളിന്റെ എൻറ്റയർ ഫങ്ഷൻസ് ഡീആക്ടിവേറ്റ് ചെയ്യണം. എന്താ? അപ്പൊ അതൊരു സാധാരണ സൈക്കിളിൽ മാറൂലേ? ഓ അതെ, പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അവരെ രക്ഷിക്കാനുള്ള വഴി. ഓക്കെ, ഡീആക്ടിവേറ്റ് ചെയ്തേക്ക്. രാജനെയും കേണലങ്കിളിനെ നമുക്ക് രക്ഷിക്കണം. എനിക്ക് നിന്റെ വിഷമം അറിയാം, ബട്ട് അത് കുഴപ്പമില്ല റാം. അങ്കിളെ കണ്ണടച്ചോ, റോഡ് തീർന്നു. എന്റെ ദൈവമേ, എന്റെ ഗിഫ്റ്റ് നശിപ്പിച്ചു. എടാ ഇഡിയറ്റ്, നീ ഇപ്പൊ എന്നെ കൊന്നേരെ. രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ജൂം വളരെ വേഗത്തിലാണ് ഇങ്ങോട്ട് ഓടിച്ചു വന്നത്. അതുകൊണ്ടാ ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു ഹീറോ. രാം, നിനക്ക് ആ സൈക്കിളിന് എന്താ പറ്റിയെന്ന് നോക്കാമോ? ഈ ഡിവൈസ് അതിന് കാരണം. ഇതൊരു റിമോട്ട് കൺട്രോൾ ഡിവൈസ് അല്ലേ? അതെ. ഇതെവിടെ നിന്ന് വന്നു? അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പിന്നെ ഈ ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നവര് ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും കാണില്ലേ? നമുക്ക് നോക്കാം. രണ്ടുപേരും വണ്ടിയിലേക്ക് കേറ്. ആ സൈക്കിളും കൂടി കേറ്റിക്കോ. എന്നാലും ജൂം കൃത്യസമയത്ത് എങ്ങനെ എത്തി? എന്നാലും അവന്മാരെന്തു മറിമായം കാണിച്ചിട്ടാ ആ സൈക്കിൾ നിർത്തിയതെന്നാ ഞാൻ ആലോചിക്കും. വേഗം വിട്ടു, നമ്മളെ കണ്ട അവന്മാർക്ക് കാര്യം പിടികിട്ടും. ഒരു കാര്യം ചെയ്യാം, ഇതൊന്നുകൂടി ഓണാക്കി നോക്കാം. ഓ മണ്ടത്തരം കാണിച്ചല്ലോ താൻ. ആ ഡിവൈസിൽ ഇതിന്റെ ഇൻഡിക്കേഷൻ കിട്ടും. ഇത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യട പൊട്ട. എന്റെ ദൈവമേ, നോക്ക്, ഈ ഡിവൈസ് വീണ്ടും ഓണായി. അപ്പോ അത് കൺട്രോൾ ചെയ്യുന്നവരും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നോക്ക്, അത് ജാലുവിന്റെ കാറില്. ആ കള്ള പയലുകളായിരിക്കും ഇതിന് പിന്നിൽ. പിടിയിടവന്മാരെ. എടാ അവന്മാര് നമ്മളെ കണ്ടു കേട്ടോ. വേഗം വിട്ടടാ, വേഗം. അത് ശരി, അപ്പൊ ഇത് നിങ്ങളുടെ പണിയായിരുന്നല്ലേ? ആ ഡിവൈസ് ഇവന്മാരുടെ വണ്ടിയിൽ വെച്ചാൽ ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ ആകുമോടാ? അതെ, ഇത് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും ആപ്റ്റ് ആകും. എങ്കിൽ വയ്ക്കടാ ഇവന്മാർക്ക് എടുക്കാൻ പറ്റാത്തോട്ട്. സ്റ്റാർട്ട് ചെയ്യടാ വണ്ടി. ഇനി തിരിക്കി ആ കൊക്കയുടെ ഡയറക്ഷനിൽ. ഇനി പൊയ്ക്കോ. ഇനി നിന്റെയൊക്കെ കാര്യം ഞാൻ തീരുമാനിക്കും.